എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക്, അത് താൽക്കാലിക ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു. അത് പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS സെൻറ്റർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് ഓപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാറ്റഗറി ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രൊഫഷണൽ ഇൻഡെക്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID, അതുപോലെ പാസ്വേഡ് എന്നിവ ലോഗിൻ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാവുന്നതാണ്. നിർദ്ദേശാനുസൃത സംവരണം പ്രകാരമുള്ള പ്രൊഫഷണൽ കാറ്റഗറി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷകർ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കാണുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 19 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട്, അതായത് നാളെയാണ് ജൂലൈ 19, അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ പരാതികൾ അയക്കേണ്ടതാണ്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രോസ്പെക്ടസ് ഖണ്ഡിക 8.4 പ്രകാരമാണ് ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു LBS വെബ്സൈറ്റിലെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോർ പ്രൊഫഷണൽ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് എത്ര, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ നിങ്ങളുടെ കാറ്റഗറി ഡീറ്റെയിൽസ് കൊടുത്തതനുസരിച്ചുകൊണ്ടാണ് കാറ്റഗറി ലിസ്റ്റ് വെബ്സൈറ്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ കൃത്യമായിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം EAVA എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു EAVA വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് EAVA വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇത് 526 പേജുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറികൾ, അതായത് ഈ ഒരു SC ഉണ്ടാകും, അതുപോലെ തന്നെ ST ഉണ്ടാകും, അതുപോലെ തന്നെ മുസ്ലിം ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ഒരു വിശ്വകർമ്മ, അതുപോലെ തന്നെ ധീവര, ഇങ്ങനെയൊക്കെ വിവിധ കാറ്റഗറികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഏകദേശം 526 പേജ് ഉള്ളത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് നിങ്ങൾക്കിത് പരിശോധിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രാമതായിട്ടാണ്, അതായത് കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എത്രാമതായിട്ടാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാറ്റഗറികളുടെ ഡീറ്റെയിൽസും ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതിൽ നിങ്ങൾ ഏകദേശം 526 പേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിത് PDF ആയതുകൊണ്ട്, അതായത് ടോട്ടൽ 13 MB ആണ് ഈ ഒരു PDF ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഏത് PDF വ്യൂവറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേര് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പേര് ഇതിൽ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ടോട്ടലായിട്ട് ഏകദേശം 526 പേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പേര് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷനല്ല, പ്രസ് റിലീസ് നോക്കാം. അപ്പോൾ ഒരു പ്രസ് റിലീസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ്
മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അധ്യയന വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സ്വീകാര്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് ലോഗിൻ ചെയ്ത് ഇൻഡെക്സ് മാർക്കും വ്യക്തിഗത അക്കാദമിക വിവരങ്ങളും പരിശോധിക്കാവുന്നതാണ്. നിശ്ചിത തീയതിക്കകം ആധികാരികമായ രേഖകൾ LBS ഡയറക്ടർക്ക് സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 19/7/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ അതായത് ഇമെയിൽ ID നിങ്ങളുടെ പരാതി നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 19 എന്ന് പറയുമ്പോൾ നാളെയാണ്. ഇനി നമുക്ക് ആ ഒരു കാറ്റഗറിയുടെ ആ ഒരു ലിസ്റ്റിൻ്റെ ആ ഒരു സർക്കുലറുള്ള പ്രസ് റിലീസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആ ഒരു പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസ് അതായത് നേരത്തെയുള്ള ആ ഒരു പ്രസ് റിലീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ കാറ്റഗറി ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രസ് റിലീസ് നോക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് ഇംഗ്ലീഷിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്ക്, അതായത് താൽക്കാലിക ഇൻഡെക്സ് മാർക്ക് വരുന്നത്. അപ്പോൾ ഇനി ഈ ഏകദേശം 19-ാം തീയതിക്ക് ശേഷം ഏകദേശം ഒരു 20-ാം തീയതിയോടെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, അതായത് റാങ്ക് ലിസ്റ്റ് ഉടൻ വരുന്നതായിരിക്കും. പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതായത് ഈ ഒരു lbstvpm@gmail.com എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് lbstvpm@gmail.com എന്നുള്ള ആ ഒരു ഇമെയിൽ ID നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ ID നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ അയക്കാവുന്നതാണ്. അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ സേവർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു +2-ൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ PDF ഇതോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇമെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.